കർത്താവിന്റെ നാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. ആക്ച്വലി ഇന്നത്തെ ദിവസം ബോബി ജോസഫ് പ്രസംഗിക്കേണ്ടത്. വെൻ ഹി കംസ് ടു ഡാലസ് പറഞ്ഞ സമയത്തെല്ലാം ബോബി ജോസഫ് സഹോദരൻ പ്രസംഗിക്കുകയും നമ്മളെല്ലാം പ്രസംഗം കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുവാണെങ്കിൽ എന്നെ വളരെ ആത്മീയമായിട്ട് എൻകറേജ് ചെയ്ത ഒരു സഹോദരനായിരുന്നു. NBC ആ സമയത്തെല്ലാം എപ്പോഴും എന്നെ നോക്കിയിട്ട് പറയും, ബ്രദർ ബി റെഡി ഫോർ എ മെസ്സേജ്. എന്നെ എപ്പോഴും എന്നോട് എൻകറേജ് ചെയ്ത് എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന സഹോദരനായിരുന്നു. ഞാൻ 6 മാസം ഇന്ത്യ 6 മാസം US എന്ന രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്കെല്ലാം അറിയാം. ആ സമയത്ത് ഞാൻ എപ്പോഴെല്ലാം ഇന്ത്യ പോകുമ്പോൾ എപ്പോഴെല്ലാം ഞാൻ കഴിഞ്ഞ മാസം പോയ സമയത്ത് ഞാൻ വിളിച്ചായിരുന്നു, സംസാരിച്ചു. ഹി വാസ് വെരി ഹാപ്പി. അത് മാത്രമല്ല, ഞങ്ങൾ ജനുവരി മാസം 10-ാം തീയതി ഞങ്ങൾ ഒരു താങ്ക്സ് ഗിവിംഗ് മീറ്റിംഗ് ഉണ്ടായി. അതിനൊക്കെ വിളിച്ചപ്പോൾ ഷുവർ ബ്രദർ ഐ വിൽ ബി കമ്മിങ് എന്നെല്ലാം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ വ്യത്യാസമായിട്ട് എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക, ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും വ്യത്യാസമായെന്നുള്ള കാര്യങ്ങൾ ഓർത്ത് ആസ്വദിക്കുക. ഞാൻ നിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയാം. ബിക്കോസ് ഗോഡ് ഹാസ് മിറാക്കിളി ഗേവ് അനദർ ലൈഫ് എന്നുള്ളത് എനിക്കറിയാം. പ്രിയമുള്ളവർ, ഞാൻ 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യ പോയ സമയത്ത് 3 മാസത്തിന് വേണ്ടിയാണ് ഞാൻ പോയത്. എന്നാൽ ഞാൻ എൻ്റെ ബ്രദർ ജോൺ സിറിയാൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ 1 മാസം എക്സ്റ്റെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വാഴ തുടങ്ങിയപ്പോഴത്തേക്ക് ഇനിയും 1 മാസം കൂടെ എക്സ്റ്റെൻഡ് ആയി. അങ്ങനെ 5 മാസം എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് 5 മാസം ഞാൻ അവിടെ ഇരിക്കുകയുണ്ടായി. പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമായിരുന്നു. കാരണം ഫ്ലൈറ്റ് പോകുന്ന പ്രശ്നമില്ല. ഞാൻ പ്രിൻസിപ്പൽ ബദലോട് വിളിച്ച് സംസാരിക്കുമായിരുന്നു. എന്തോ നമുക്ക് നോക്കാൻ ചാൻ പറയുന്നുള്ളൂ, ഒന്നും നോക്കുന്നില്ല. ഇറ്റ്സ് ഓൾസോ ബിസി. പിന്നെ എൻ്റെ ഗ്രേസിലിയ ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഞാൻ വന്നത് ഗൾഫിൽ കൂടല്ല, ഞാൻ വന്നത് ബാങ്കോക്ക്, അതിൻ്റെ ടോക്കിയോ, ഈ അതർ സൈഡിൽ കൂടെ ഞാൻ വന്നത്. അന്ന് ടിക്കറ്റും ഫ്രീ ആയിരുന്നു. ആ പഴയ ടിക്കറ്റ് തന്നെ ഇത് മാറ്റിക്കൊടുത്തു. എത്രയോ പേര് 2000-3000 പൈസ കൊടുത്തൊക്കെ യാത്ര ചെയ്ത് വന്നു. ഞാൻ 5 പൈസ ചെലവില്ലാതെ വീട്ടിൽ വരാൻ ദൈവം സഹായിച്ചെന്നുള്ള കാര്യം ഓർത്ത് കത്താൻ സ്തുതിക്കുക. ഞാൻ 2 കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുക. ഞാൻ അവിടെ പോയ സമയത്ത് ഞാൻ ഒരു സ്ഥലത്ത് പോയി, പെരിയക്കുളം എന്ന് പറഞ്ഞ സ്ഥലം. ആ പെരിയക്കുളം പറഞ്ഞ സ്ഥലം ഹിന്ദുക്കൾ അധികം കൂടുന്ന സ്ഥലമാണ്. പീറ്റർ സൗന്ദരരാജ് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഭാഹോളിൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഞാൻ അവിടെ പോകുന്നു. ഏകദേശം ഒരു 20-22 അസംബ്ലീസിൽ ഞാൻ പോയായിരുന്നു. ഒരു സൺഡേ ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ഹോളിൽ കണ്ടപ്പോഴത്തേക്ക് പഠിതാവൻ തോന്നി. കാരണം ഹോളിൻ്റെ റൂഫ് അങ്ങനെ ഇടുക്കി കിടക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടപ്പോൾ ഞാൻ പേടിച്ച് റൂഫിൽ വീട് പോകുമ്പോൾ ഞാൻ ദൈവം അനുവദിക്കണം. ഞാൻ ആ വീഡിയോ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, നിങ്ങളെല്ലാം കാണണം. അതൊക്കെ എടുത്തിട്ടുണ്ട്. വെളിയിൽ ഒരു പില്ലർ പണിയാനുള്ള പ്ലാനാണ്. വെളിയിലെ പില്ലർ പണിതിട്ട് വേറൊരു റൂഫ് ഇടാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു എക്സ്പെൻസീവ് വർക്കാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ട് അതിനകത്ത് സഹകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് അദ്ദേഹത്തിനോട് കണ്ടക്ട് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് കുത്താൻ ഞാൻ കൊടുക്കുകയും ചെയ്യാം എന്ന കാര്യം ഇവിടെ ഉറപ്പിക്കുകയാണ്. ഞാൻ കല്യാണത്തിൻ്റെ കൂടി കാര്യം പറഞ്ഞില്ല. എൻ്റെ മൂത്ത ബ്രദർ ജോൺ ചെറിയാൻ്റെ ലാസ്റ്റ് മോൾ, അപ്പച്ചൻ്റെ ചെറിയ അപ്പച്ചൻ്റെ ലാസ്റ്റ് കൊച്ചുമോൾ, അവരുടെ കല്യാണം. അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടി, ഞങ്ങളുടെ മക്കളുടെ കൊച്ചുമക്കൾ എല്ലാ കസ്റ്റമേഴ്സ് എല്ലാം കൂടി ഏകദേശം 22-30 കൊച്ചുമക്കളെല്ലാം കൂടി ഞങ്ങൾ അവിടെ MEC ഗ്യാതറിംഗ് പിന്നെ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായി. ഒന്നെല്ലാം ദൈവം അനുവദിച്ച് ഞാൻ ആ കല്യാണത്തിന് കീബോർഡ് വായിച്ചപ്പോൾ ഒത്തിരി എനിക്ക് അതിൽ പരിചയപ്പെട്ട ഒത്തിരി സഭക്കാരും വിശ്വാസികളും പാടലിൽ നിന്ന് വന്നു, കല്യാണത്തിൽ വന്നു. അന്ന് എന്നെ കണ്ടപ്പോഴത്തേക്ക് ബ്രദർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നിങ്ങളെ ദൈവം സഹായിച്ചു, നിങ്ങളോട് പ്രാർത്ഥിച്ചപ്പോൾ അപ്പം ഞാൻ വായിക്കുന്നത് കണ്ടിട്ട് പറയുമായിരുന്നു, ഇത്രയും മാത്രം വായിക്കാൻ സാധിച്ചല്ലോ, ഞങ്ങൾ കാണിച്ചു നിങ്ങൾ കുണി വരുമായിരിക്കും. കാരണം അപ്പം ഒട്ടാക്കി വന്നതല്ലേ, പ്രായമായിട്ടാണ്. അത് പറയുമ്പോൾ ഞാൻ ആ കുണി പോയിട്ട് ഞാൻ കണ്ട വാഴ്ചകളെ കുറിച്ച് കണ്ടപ്പോൾ അതേ വായന അതോളം ഉണ്ടല്ലോ, ദൈവം സഹായിച്ചതായിട്ട് അതുപോലത്തെ ഇതെല്ലാം പറയുന്നുണ്ട്. ഞാൻ കട്ടാൻ ശ്രമിക്കുകയാണ്. കാരണം അതിനെല്ലാം കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ്. എനിക്കറിയാം, ഞാൻ വന്ന സമയത്ത് പാരലൈസ്ഡായി, എൻ്റെ കൈകാലെല്ലാം പാരലൈസ്ഡായി ഞാൻ കിടക്കുകയാണ്. ഞാൻ 10 ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ എവിടെ പാട്ടുന്നത്
അപ്പോൾ പാരലൈസ്ഡ് പ്രാക്ടീസ് ഞാൻ കൊടുത്തില്ല, കഥ തീർന്നു. ഇനി ഇതിനകത്ത് ഇറക്കൊക്കെ പറ്റുമോ? കൈ കാൽ പൊക്കാൻ പറ്റത്തില്ല, പാരലൈസ്ഡ് ആയിട്ടുള്ള സമയത്ത് ഞാൻ ഓർത്തു ഇവിടെ ഒന്നും നടക്കത്തില്ല. ഞാൻ ഓർച്ച സമയത്ത് ദൈവം സഹായിച്ചു. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു, നിങ്ങളെല്ലാം അറിയാം. നിങ്ങളെല്ലാം എൻ്റെ ബിസിനസ് സഭക്കാരെല്ലാം വന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. ഇത് ഓർക്കുന്നുണ്ടോ? അന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ആ സമയത്താണ് എൻ്റെ വൈഫ് മധുരയെന്ന് പറയുക. ഞാൻ തന്നെ ആ സമയത്ത് വന്നത്, ആ വൈഫിനെ വിട്ടിട്ടാണ് വന്നത്. മോളുടെ വീട്ടിൽ വിട്ടിട്ട് വന്ന സമയത്ത് അന്ന് മീറ്റിംഗ് നടക്കുന്ന സമയത്താണ് എൻ്റെ വൈഫ് മധുര വന്ന സമയത്ത് വീട്ടിനകത്ത് പ്രാർത്ഥന മീറ്റിംഗ്. വെളിയിലെല്ലാം കാർ മാത്രമല്ല, വെളിയിലെല്ലാം ചേർത്ത് അങ്ങനെ കുറച്ച് അവൾ വിചാരിച്ചു അത്ര പോലെ എൻ്റെ ഭർത്താവ് മരിച്ചു കാണും എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറുക. അകത്ത് കയറിയപ്പോഴത്തേക്ക് കാരണം പ്രാർത്ഥന മീറ്റിംഗ് ആയിരിക്കും, ആശ്വാസ മീറ്റിംഗ് ആയിരുന്നു. പോയിട്ട് അകത്ത് കയറിയപ്പോഴത്തേക്ക് ഭയങ്കര പ്രാർത്ഥന. ടൈറ്റസിന് സുഖം തന്നെ, ടൈറ്റസിന് വയസ്സിലേക്ക് തന്നെ വന്നിട്ട് അപ്പം മനസ്സിലായി, ഒപ്പ എൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ല. കുറെ ആശ്വാസം അങ്ങനെ ദൈവം ആശ്രയിച്ചു കൊടുത്തു. നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥന നിരസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കാര്യം ഞാൻ കഴിഞ്ഞ മാസം പോയ സമയത്ത് തിരുച്ചി പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയായിരുന്നു. ആ തിരുച്ചി പറഞ്ഞ സ്ഥലത്ത് പോയ സമയത്ത് അവിടെ ഞാൻ എൻ്റെ ടെസ്റ്റിമോണി മെസ്സേജ് പറയുമ്പോഴത്തേക്ക് ആ സഭക്കാരൻ പറഞ്ഞു അവിടെ ഒരു ഹാൻഡിക്യാപ്പായിട്ടുള്ള ഒരു 12 വയസ്സുള്ള ഒരു ഹാൻഡിക്യാപ്പ് മോൻ, ഞാൻ തീരെ വയ്യാതിരിക്കുക. അവൻ ഹാൻഡിക്യാപ്പ് വീൽ ചെയറിലാണ് വന്നത്. അപ്പോൾ അവൻ്റെ പേരൻസ് പറഞ്ഞു അത് അങ്ങ് സഭയിലെ എൽഡറോട് പറയുക, ഇന്നത്തെ വളരെ ഡിഫിക്കൽട്ട് സ്റ്റേജാണ്, കഷ്ടപ്പെടുകയാണ്, നല്ല കഷ്ടത്തിലുള്ള കാര്യം പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ കൊടുത്ത മെസ്സേജ്, റൈറ്റ് സിഗ്നൽ കൊടുത്ത മെസ്സേജ് അദ്ദേഹത്തിന് ശരിക്കും അത് കേട്ട് കാണും. അവന് കേട്ട് കാണും, ദൈവം ആശ്വസിപ്പിച്ചു എന്നുള്ള കാര്യം പറഞ്ഞ് കർത്താവ് സ്ഥിതിക്കുകയാണ്. ഇതുപോലെ ആ പെരികുളം സഭക്കാർ, ചുറ്റി സഭക്കാർ പറഞ്ഞു, ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു. ടെസ്റ്റിമോണി ടൈറ്റസ് പറഞ്ഞല്ലോ, സഭക്കാരെല്ലാം വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുക. ഞങ്ങളുടെ സഭയിൽ യാതൊരു സുഖമില്ലാതെ പൊതുവാണോ അവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥനയിൽ ദൈവം അന്ന് നമുക്ക് സംശയമൊന്നുമില്ല. എന്നാൽ അങ്ങനെ എല്ലാം ഒന്നിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നുള്ള കാര്യം ഞങ്ങൾ ഓർത്ത് സ്തുതിക്കുക. ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുക. ഞങ്ങളുടെ സഭയിലെ ആർക്കും സുഖമില്ലാതെ പോയി ഞങ്ങളെല്ലാം സഭയിലെല്ലാം വീട്ടിൽ പോയി പ്രാർത്ഥിക്കുന്ന കാര്യം അന്ന് അവർ തീരുമാനമെടുത്തു. അങ്ങനെ പല കാര്യം ആഗ്രഹിക്കാൻ സമയത്തൊന്നും ഒക്കെ പറയുന്നില്ല. ഞാൻ ഒടുവിൽ ഞാൻ ഒരു പാട്ട് പാടാൻ പോയില്ല. ഞാൻ പാട്ട് പാടാൻ നിർത്തത്തില്ല. ആ സമയത്ത് ഞാൻ നിർത്തും. അപ്പം തന്നെ എഴുതിയ ഒരു പാട്ട് ഞാനും പാടാത്ത ഒരു പാട്ടാണ്. അത് ഞങ്ങൾ പാടാൻ ഇരിക്കുക. ഇതെല്ലാം അത് കേട്ടിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. വേദപുസ്തകത്തിൽ അന്ധന്മാരെ കുറിച്ചാണ് കാണുന്നുണ്ട്. തമിഴ്നാട്ടിലൊരു അന്ധൻ ഒരു ഉപദേശിയുണ്ട്. ഞാനറിയാമോ? തമിഴ്നാട്ടിലെ വെള്ളുനാഥൻ പറഞ്ഞ സ്ഥലത്ത് ഒരു അന്ധൻ ഉപദേശിച്ചു. ഇവരുടെ പേര് സിംഗരാജ് വിക്ടർ. നിങ്ങൾക്ക് അറിയാം, പുള്ളി ഭയങ്കര പ്രവർത്തനമാണ്. ഞാൻ അവിടെ ഇന്ത്യ പോയ സമയത്ത് ക്രിസ്മസ് സമയത്ത് ഞാൻ അവിടെ പോകും. ക്രിസ്മസ് ഡേ അന്ന് രാവിലെ ക്രിസ്മസ് ஞாபகம் இருக்குதா? ഞാൻ എന്തോ വന്നില്ല, വീട്ടിൽ കൊണ്ടിരിക്ക. രാവിലെ 6 മണിക്ക് ക്രിസ്മസ് സന്ദേശം അവിടെ വീട്ടിൽ അവിടെ തന്നെ അവർ കൂടുന്നത്. അവിടെ വീടിന് മുന്നിലേക്ക് വോളണ്ടിയറുണ്ട്. 6 മണിക്ക് ക്രിസ്മസ് പാട്ടും ക്രിസ്മസ് മെസ്സേജ് എല്ലാം കൊടുക്കുന്ന ആ രീതിയാണ് പുള്ളിക്കുള്ളത്. അവിടെ ഞാൻ ഒരു 20-25 ടൈംസ് അവിടെ പോയിട്ടുണ്ട്. എല്ലാ ദിവസവും വിളിക്കും. അങ്ങനെ പോയ സമയത്ത് പുള്ളി കണ്ണ് കാണത്തില്ല, ഭയങ്കര പ്രവർത്തനമാണ്. കണ്ണ് കാണാത്ത എന്തോ പ്രവർത്തിക്കണം. വീട്ടിൽ പ്രവർത്തനം എന്തോന്ന് അറിയാമോ? വീട്ടിൽ പ്രവർത്തനം കുറേ മറ്റുള്ള ഇവാഞ്ചലിസ്റ്റിനെ വിളിച്ചിട്ട് പുള്ളി ആ ഹൈവേ കൂടെ പോകുന്ന സമയത്ത്, ബൈക്കിൽ പോകുന്ന സമയത്ത് എല്ലാവരും വിളിച്ചിട്ട് ബൈക്കിൽ പോകുന്ന സമയത്ത് ആ ചെറിയ വാക്യമുണ്ട്, ഒരു തകരത്തിൽ എഴുതിയ വാക്യം. അത് യേശു വരുന്നു, യേശു സുഖപ്പെടുത്തുന്നു, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, ഈ ദൈവം എന്നുള്ള കാര്യം വാക്യമൊക്കെ ഉള്ള ആ വാക്യം ഒത്തിരി പുള്ളി പൈസ കൊടുത്ത് ഉണ്ടാക്കിയിട്ട് എല്ലാം മറത്തും റോഡുകളിലെല്ലാം മറത്തും ആണിയടിച്ചിട്ട് നമുക്ക് ഇവിടെ അടിക്കാം അവിടെ അടിക്കാം അങ്ങനെ അടിച്ചടിച്ച് അങ്ങനെ സുവിശേഷം അങ്ങനെ പ്രൊക്ലൈം ചെയ്യുവായിരുന്നു. അങ്ങനത്തെ വേലയാണ് പുള്ളി ചെയ്തുകൊണ്ടത്. അദ്ദേഹം ഇപ്പോഴും ഞാൻ പോകുകയല്ല, ഇപ്പോഴും വിളിക്കും. ടൈറ്റസ് വരാമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു എനിക്ക് പണ്ടത്തെ പോലില്ല, ഞാൻ സമയം വന്ന കാര്യം ഞാൻ ഓർത്ത്. അത് മാത്രം ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ മാസം പോകാൻ പറ്റിയില്ല. അങ്ങനെ ഒരു അന്ധനെ കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. വേദപുസ്തകത്തിൽ ഒരു അന്ധനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുക. അത് നമുക്ക് ചിന്തിക്കാം. അത് കാലത്ത് നമുക്ക് കാണുന്നത് മാർക്ക് 10-ാം അധ്യായം അതിൻ്റെ 46-52 ആ വാക്യം വായിക്കും. മാർക്ക് 10 അതിൻ്റെ 46-52.
ഒരു അന്ധനെ കുറിച്ച് കാണാൻ സാധിക്കും. അവർ എരിഹോമിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോമിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമ്നായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയേരികയിരിക്കുകയായിരുന്നു. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികവും നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്ന് അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പ് വിട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം എന്ന് ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, പ്രഭുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. എല്ലാവരും പറയും, ഈ അന്ധൻ എന്ത് പറ്റി? സാധാരണ ഒരു അസുഖം പിടിച്ച നമുക്കറിയാം, ശിഷ്യന്മാർ പോകുന്ന സമയത്ത്, കർത്താവേ, ഇവൻ അന്ധനായിരിക്കുക, ഇവൻ അന്ധനായിരിക്കുന്നതിന് ഇവൻ ചെയ്ത പാപമാണോ, അല്ലെങ്കിൽ ഇവന്റെ പേരൻസ്, ഇവന്റെ അപ്പനോ അമ്മയോ ചെയ്ത പാപമാണോ, എന്തുകൊണ്ടാണ് അവൻ അന്ധനായിരിക്കുന്നത് അങ്ങനെ ചോദിച്ചപ്പോൾ കർത്താവിന്റെ മുന്നിൽ എന്തോ ആയിരുന്നു. അത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസ് 10 അത് നമുക്ക് കാണാൻ സാധിക്കും. ജോൺ 9. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മമാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം പറയുക, അവൻ ചെയ്തിട്ടല്ല, ദൈവത്തിന്റെ പ്രവർത്തനം. നമുക്കെല്ലാം ഓരോ കുറവുണ്ട്, നമുക്കെല്ലാം ഓരോ വേദനകളുണ്ട്, കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ഇല്ലാത്ത ആരുമില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുക, എന്റെ ശരീരത്തിലുള്ള ഈ ശൂലം മാറാൻ വേണ്ടി ഞാൻ എത്ര വർഷം പ്രാർത്ഥിച്ചു? 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അസുഖം മാറിയോ? മാറിയില്ല. കാരണം കർത്താവ് കൊടുത്തിരിക്കുക, അപ്പോസ്തലനായ പൗലോസ് കൊടുത്തിരിക്കുന്ന അസുഖം നമ്മുടെ ശരീരത്തിലെല്ലാം ഓരോ കുറവ് കൊണ്ടത്. ആ കുറവുള്ള സമയത്ത് അതെല്ലാം ദൈവത്തിന് ഒരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട് എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. അങ്ങനെ ഇവിടെ ഒരു അന്ധനെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഞാൻ പ്രത്യേകിക്കാൻ പോകുന്നത് ഒരു 7 P, ലെറ്റർ P. ആ ലെറ്റർ പിയിലുള്ള 7 കാര്യം വളരെ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാം. 7 P's. അതിന്റെ ഫസ്റ്റ് പി എന്താണെന്നറിയാമോ? ഫസ്റ്റ് പി, ലെറ്റർ പി പറയാം. ഫസ്റ്റ് വൺ ഈസ് പ്ലേസ്, സ്ഥലം. ഏത് സ്ഥലത്താണ് നടന്നത്? എവിടെ നടന്നത്? ഏത് സ്ഥലമാണ്? ജെറിക്കോ എന്ന സ്ഥലമാണ്. ജെറിക്കോ എന്ന സ്ഥലത്തിലായി നടക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാൻ അറിയാം, ജെറിയെ കുറിച്ച് പറയുമ്പോൾ 7 പ്രാവശ്യം ചുറ്റി വന്ന് 6 പ്രാവശ്യം ചുമ്മാ ചുറ്റി വന്നിട്ടൊന്നും നടന്നില്ല. 7ാമത്തെ പ്രാവശ്യം ചുറ്റി വന്ന പ്രളയത്തിൽ കാണാൻ സാധിക്കും. 7ാമത്തെ പ്രാവശ്യം ചുറ്റി വന്നപ്പോൾ 7 പുരോഹിതന്മാർ 7 എക്കാലം എല്ലാം എടുത്തുകൊണ്ട് ഊരി പോയ സമയത്ത് എന്തോ ആയി? ആ മതിൽ എന്ത് ചെയ്തു? ഇടിഞ്ഞു വീണു. അതങ്ങനെ ജോഷുവായ്ക്കും ഇസ്രായേൽ മക്കളിലും ലഭിച്ച ഫസ്റ്റ് റിവാർഡ് എന്ന് പറയും, ഫസ്റ്റ് ബ്ലെസ്സിങ്. അങ്ങനെ ദൈവം അവരെ നയിച്ചുകൊടുന്ന് കാണാൻ സാധിക്കും. ആ ജെറിയോ എന്ന് പറയുന്ന സമയത്ത്, ജെറിയോ ഈസ് എ പ്ലേസ് ഓഫ്, നല്ല സ്ഥലമാണോ? നല്ല സ്ഥലമല്ല. ദാറ്റ് ഈസ് എ പ്ലേസ് ഓഫ് കേഴ്സ് എന്ന് കാണാൻ സാധിക്കും. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് കേഴ്സ് ആൻഡ് ഓൾസോ ദ പ്ലേസ് ഓഫ് ബ്ലെസ്സിങ്. അത് മാത്രമല്ല, കേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ കാണുന്നത്? ലൂക്കോസ് 10:30 വയ്ക്കാം. ലൂക്കോസ് 10:30 വായിച്ച്. ലൂക്കോസ് 10:30. യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ച് പോയി. ഇവിടെ കാണുമ്പോൾ വസ്ത്രം അവൻ എവിടെ പോയി? യെരുശലേമിൽ എരിയോ പോവുക. പോകുന്ന സമയത്തായി സംഭവിക്കുന്നത്, അങ്ങനെ എരിയോ പട്ടണം എന്ന് പറഞ്ഞാൽ ഒരു മോശമായ സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒത്തിരി കള്ളന്മാരുടെ സ്ഥലം കാണാൻ സാധിക്കും. അങ്ങനത്തെ സ്ഥലത്തിലാണ് ആരാ വയ്ക്കുന്നത്? ഈ പിഷി എടുക്കുന്നത്. അവിടെ നിന്ന് പിഷി എടുത്തുകൊണ്ടിരിക്കുക. അവനൊന്നും കാണാൻ കാണത്തില്ല. സാധാരണ ബൈബിൾ ഭവനിലേക്ക് ഞങ്ങൾ താമസിക്കുക. ബൈബിൾ ഭവനിലേക്ക് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സർവീസ് ചിലപ്പം ഞങ്ങളുടെ സർവീസ് രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് 9:30 തീരും ഫസ്റ്റ് സർവീസ്. കഴിഞ്ഞ ഉടനെ സെക്കൻഡ് സർവീസ് ഗോസ്പൽ ഹാൾ പറഞ്ഞ ടൗണിലാണ് നടക്കുന്നത്. അപ്പച്ചൻ കാര്യം ആരംഭിച്ച് വാരണാസിയിലെ ഉടനെ നടക്കും ഫസ്റ്റ് സെക്കൻഡ് സർവീസ്. അത് അതേ സമയത്ത് 10 മണിക്ക് ഞങ്ങളുടെ ബൈബിൾ പോകാൻ ഒരു പെന്തക്കോസ്തുകാർക്ക് സഭ പണിയാൻ പോവുക. അതിന് മുമ്പ് അവർക്ക് വാടകയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ സ്ഥലം അവർക്ക് വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. 10 മണിക്ക് തുടങ്ങും, 12 മണിക്ക് തീരും.
ആ ക്ഷീണം സമയത്ത് ബൈബിൾ ഞാൻ അവിടെ താമസിച്ച സമയത്ത് ആ 10 മണിക്ക് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും വന്ന് ഒത്തിരി പേര് നല്ല വ്യാപകമായിരുന്നു. അവിടെ വന്ന് എല്ലാവരും കൂടിയിട്ട് പോകുന്ന സമയത്ത് 12 മണിയാകുമ്പോഴത്തേക്ക് ഒരേ ഭിക്ഷക്കാരുടെ കൂടുണ്ട്. അവിടെ കൂടിയിട്ട് അവരെല്ലാവരും വന്ന് വാക്ക് നിന്നിട്ട് ഭിക്ഷ എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. കാരണം ഈ യോഗത്തിന് പറഞ്ഞവരെല്ലാം വെള്ളം കിട്ടുന്ന കൊടുത്തിട്ട് അവിടെ അന്തമാരുണ്ട്, ഒത്തിരി കയ്യിൽ കൊച്ചുണ്ട്, കൊച്ചു വെച്ചിട്ട് വളരെ അമ്മ ഭിക്ഷ എടുക്കുന്ന ഒത്തിരി പേരെ കാണുന്നുണ്ട്. അങ്ങനെ കണ്ടു ഞാൻ പറയുന്നത് എന്ത് കഷ്ടപ്പാട്. അങ്ങനെ ഭിക്ഷക്കാരൻ നടക്കുന്ന ഒരു സ്ഥലത്താണ് ആയിരിക്കുന്നത്. ഈ അന്തൻ ഇരിക്കുന്നത് അന്തന്റെ ഭഗവതി എന്തോ അവൻ എന്തോ അയ്യാ എന്ന് ചോദിക്കുന്ന പോലെ അങ്ങനത്തെ അന്തനടിക്കുന്നത്. അവൻ ഫസ്റ്റ് വൺ ഈസ് പ്ലേസ് സ്ഥലം, സെക്കൻഡ് വൺ ഈസ് പേഴ്സൺ ആരാ? ഈ പുള്ളി ആരാ? ഈ പുള്ളിക്ക് കണ്ണു കാണത്തില്ല. കല്യാണത്തിൽ മാത്രമല്ല മാത്യു 9-ാം അധ്യായം അതിന്റെ 20-ാം അധ്യായം വായിക്കുമ്പോൾ 2 അന്ധന്മാരെ കുറിച്ച് കാണുന്നുണ്ട്. അങ്ങയുടെ പേര് കുറിച്ച് പറഞ്ഞിട്ടില്ല. കർത്താവിനെ എന്ത് അന്ധന്മാരെയൊക്കെ സുഖം കൊടുത്ത കാര്യം അവിടെ കാണാൻ സാധിക്കും. അവിടെ ഞാൻ പേര് കണ്ടു. എന്നാൽ ഇവിടെ മാത്രം പേര് കണ്ടു. എന്താ പേര്? അവരുടെ പേരെന്തുവാ? ബർത്തിമേയുസ് പറഞ്ഞാൽ അവന്റെ പേര് ഒറിജിനൽ പേര് ആൾക്കാർ പറയുന്നത് വേദപുസ്തകത്തിലെ പറയുന്നത് ഒറിജിനൽ പേര് ബർത്തിമേയുസ് അല്ല. ബർത്തിമേയുസിന് അതെന്തോ നിങ്ങൾ വായിച്ചേ തിമോഥെയോസിന്റെ മകനായ അങ്ങനല്ല ഉള്ളത്. വായിച്ചേ 20. അവൻ എരിഹോമിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടി എരിഹോമിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമ്നായുടെ മകനായ ബർത്തിമായി തിമ്മായുടെ മകനായി നമ്മളാരും കേട്ടില്ല. ബർത്തിമാന്റെ പേര് നമ്മളാരും കേട്ടിട്ടില്ല, അറിയിക്കത്തില്ല. കാരണം ഒരു അന്ധന്റെ പേര് ആരെ വിളിക്കും? അത് മാത്രമല്ല തിമ്മായുടെ മകൻ എന്ന് ആരെ വിളിക്കും? ഞാൻ എൻ്റെ മോനെ ഒരു ജനിക്കുവാണല്ലേ ടൈറ്റസിന്റെ മകൻ അങ്ങനെ വിളിക്കുവാൻ എൻ്റെ പേര്. അവന്റെ പേര് ഞാൻ ആശ്രയിന്ന് വയ്ക്കും, അല്ലെങ്കിൽ ഞാൻ പേര് വയ്ക്കും. ഞാൻ അവന്റെ പേര് അവന്റെ പറഞ്ഞോ അവൻ ടൈറ്റസിന്റെ മകൻ അങ്ങനെ വിളിക്കത്തില്ല. ബർത്തിമോ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഹീബ്രു ലാംഗ്വേജിൽ പറഞ്ഞാൽ ഗൂഗിളിൽ നോക്കിക്കോ. പറഞ്ഞാൽ ഗൂഗിളില് ഹീബ്രുവിൽ അതിന്റെ അർത്ഥം എന്തായിരുന്നു? മകൻ, സൺ. അതാ വരുന്ന വാക്കിന്റെ അർത്ഥം സൺ, മകൻ. ഡെമോസിന്റെ മകൻ ബർത്തിമോസ്. അങ്ങനത്തെ ഒരു മോൻ അങ്ങനത്തെ കാണാം. അവന്റെ പേര് അവനെന്തുവാ? പിച്ചെടുക്കുന്ന ജോലി. അവിടെ സെക്യൂരിറ്റി ഇല്ല. ഒരേ പേര് മാത്രമല്ല, ഒത്തിരി പേര് കാണുമായിരിക്കും. അവിടെ ഒത്തിരി പിച്ചക്കാരാണ് യാചിക്കുക പോകുന്ന നല്ല ആൾക്കാർ പോകുന്ന സമയത്ത് അവിടെ പിച്ചെടുക്കാൻ ഒത്തിരി പേരുണ്ട്. അവിടെ സേഫ്റ്റി ഇല്ല. ഇന്ന് കണ്ണ് കാണത്തില്ല. നമുക്കെല്ലാം ഒരു മിനിറ്റ് കണ്ണടച്ച് നോക്കി. നമ്മളെല്ലാം കണ്ണടച്ച് നോക്കി. ഞാൻ മക്കൾ ഓർക്കും, നമ്മൾ കണ്ണടച്ചിരുന്ന ലോകത്ത് എന്ത് സംഭവിക്കും അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒന്ന് കണ്ണു വണ്ടി ഓടിച്ചു എന്തോ ആകും? തിരുവനന്തപുരം ഞങ്ങൾക്കെല്ലാം അറിയാം. ദൈവം അങ്ങനെ ഒരു അന്ധനാണ് നിൽക്കാൻ കാണാൻ സാധിക്കും. അവനെ ഹെൽപ്പ് ചോദിക്കുക. അവനെന്തോ പിച്ചക്കാരെല്ലാം ഹെൽപ്പ് എന്ന് പറയുക. സെക്കൻഡ് വൺ ഈസ് പെർസൺ. മൂന്നാമത്തെ കാര്യം പെർസെപ്ഷൻ. പെർസെപ്ഷൻ. അതായത് മലയാളത്തിൽ എന്തോ പറഞ്ഞു അവബോധം അല്ലെങ്കിൽ ഇന്ത്യജ്ഞാനം അതായത് അവയർനെസ് അതേക്കുറിച്ചുള്ളവർ. അതായത് എപ്പോഴും അവൻ്റെ ജോലി അവിടെ നിൽക്കുക, അവിടെ ഇരുന്ന് പിച്ച എടുക്കുന്ന ജോലി അവൻ്റെ ആയിരുന്നു. എന്നാൽ അവിടെ പോയ സമയത്ത് അവൻ എന്ത് ചെയ്തു? അവന് കർത്താവ് യേശു വരുന്ന കാര്യം അവന് കാണാൻ സാധിക്കും. അത് നമുക്ക് വ്യക്തമായിട്ട് വായിക്കുവാണെങ്കിൽ മാർക്ക് 10-ാം അധ്യായം, മർക്കോസ് 10-ാം അധ്യായം അതിൻ്റെ 32-34 വരെ വായിക്കാം. അതിൻ്റെ മാർക്ക് 10-ാം അധ്യായം 32, 33, 34 അവിടെ വായിക്കുന്നത്. അവർ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയും യേശു അവർക്ക് മുമ്പായി നടന്നു. അവർ വിസ്മയിച്ചു. അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു. അവൻ പിന്നെയും 12 കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രന്മാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിച്ച് ക്രൂശിൽ മരിക്കാൻ പോകുന്ന കാലത്ത് അതിനെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പോവുക. മനുഷ്യപുത്രന്റെ കർത്താവ് പറയുക, ഞാൻ ക്രൂശിൽ മരിക്കാൻ പോവുക, ഉടനെ തന്നെ എന്നെ പിടിച്ച് എന്നെ ക്രൂശിപ്പിക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ടാ പോകുന്നത്. ശിഷ്യന്മാരെല്ലാം കേട്ടുകൊണ്ട് പോവുക. യേശു മുമ്പിൽ പോകുന്നത് ഞാൻ കൂട്ടാനുള്ള ആൾക്കാരല്ല. യേശു മുമ്പിൽ പോയ സമയത്ത് അവൻ പോയി സംസാരിച്ച് പോകുന്ന സമയത്ത് കുറേ ശിഷ്യന്മാരും പോയ സമയത്ത് കുറേ ആൾക്കാരും ഇങ്ങനെ കൂട്ടമായിട്ട് പോകുന്ന സമയത്ത്
എന്തുവാ ഈ പർത്തിമസ് വിളിക്കാൻ തുടങ്ങി. അവൻ എന്താ ചെയ്തു? വിളിക്കാൻ തുടങ്ങി. യേശു മുമ്പിൽ പോയ സമയത്ത് പറയിൽ പോയി അപ്പോൾ അവന്റെ വ്യാഴം ഇന്നോടെ പ്രത്യേകമായിട്ട് ആൾക്കാരുടെ ജനക്കൂട്ടത്തിന്റെ ഒച്ച കേൾക്കുന്നുണ്ട്. എപ്പോഴും വന്നല്ല, എപ്പോഴും അവതരിക്കുന്നല്ല, ഇന്നും വ്യത്യാസമായ ഒരു സാഹചര്യം, ഒരു അറ്റ്മോസ്ഫിയർ വ്യത്യാസമായിട്ടുണ്ടല്ലോ. അപ്പൊ അവൻ ചോദിച്ചു എന്തോ സംഭവിക്കുന്നത്, യാരാ? അവന് അവയർനെസ് ഉണ്ടായി. അങ്ങനെ അപ്പോഴാണ് ചോദിക്കുന്നത്. അത് കാണാൻ സാധിക്കും. അത് നമുക്ക് 47 വാക്യം വായിക്കാം. 47. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ദാവീദ് പുത്ര എന്നോട് കരുണ. അവൻ എന്താ അത് കേൾക്കുന്ന? എന്തോ നസ്രനായ യേശു പറയുകയെന്ന് അവൻ കേൾക്കുന്നുണ്ടായി. ആരാ പോകുന്നത്? എന്തോ ഒച്ച കേൾക്കുന്ന നമുക്ക് പറയുമ്പോൾ പറയാ നസ്രനായ യേശു പറയുക. ആ പറയുന്ന സമയത്ത് അവൻ കേൾക്കുന്ന സമയത്ത് യേശു മുമ്പോട്ട് പോയി കഴിഞ്ഞു. പിന്നെ മനസ്സിലാകുന്നത്. അപ്പൊ കണക്കെടുത്ത് നസ്രനായ യേശു പറയാൻ പറയുന്ന സമയത്ത് അവൻ നസ്രനായ യേശുവേ എന്ന് വിളിച്ചില്ല. നമുക്ക് കാണാൻ സാധിക്കും. അവൻ അറിഞ്ഞതേക്ക നസ്രനായ യേശു പറഞ്ഞ സമയത്ത് അവൻ വിളിച്ചതോ നസ്രനായ യേശുവേ ആണോ വിളിച്ചത്? എന്നാ വിളിച്ചത്? ദാവീദ് പുത്ര, ദാവീദ് പ്രിയമുള്ളവരെ, അവന് അറിയാമായിരുന്നു നസ്രനായ യേശു മാത്രമല്ല അവൻ ദാവീദ് പുത്രൻ എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ പറയുക ദാവീദ് പുത്ര കരുണ എന്നുള്ള കാര്യം വിളിച്ചു പറയുന്നു. പ്രിയമുള്ളവരെ, അവർ മനസ്സിലാക്കിയതുകൊണ്ട് അവന് അവയർനെസ് ഉള്ളതുകൊണ്ട്, ഇന്ത്യജ്ഞാനം ഉള്ളതുകൊണ്ട് അവൻ വിളിച്ചു പറയുക. അങ്ങനെ ഉള്ള സമയത്ത് അവരെ കാണാൻ സാധിക്കുന്ന മൂന്നാമത്തെ കാര്യം പെർസെപ്ഷൻ. നാലാമത്തെ കാര്യം എന്താ അഭ്യർത്ഥിക്കുക. അവർ കൂടെ വന്നവരെല്ലാം അവർ യേശു മുമ്പിൽ പോയി പറയാൻ വന്നവരെ ഉണ്ടാവില്ലേ, നീ ഉണ്ടാകും മുന്നേ അവരെല്ലാം എന്ത് ചെയ്തു? അവനെ ശാസിച്ചു. നീ ഒന്നും ചോദിക്കണ്ട. യേശു ആൾ മുമ്പിൽ പോയി നീ അടച്ചോണ്ടിരിക്കും, നീ അടക്കണ്ട. ഉണ്ടാകുന്ന ആ സമയത്ത് അവൻ ഉണ്ടായിരുന്നോ? അവന് ഡിസ്റ്റർബൻസ് ആയിട്ട് ആൾക്കാർ അവനോട് പറഞ്ഞു നീ ഉണ്ടായിരിക്കും. തമ്മിലിട്ടുണ്ട്, തമ്മിലെന്താക്കിട്ട് കാണാൻ സാധിക്കും. അവൻ പേശാமல் இருக்கும்போது അനേകർ അവനെ അദ്ദേഹത്തിനാണ് നീ മിണ്ടണ്ടെന്ന് പറഞ്ഞ് ഒന്നരല്ലാതെ മിണ്ടണ്ട എന്നുള്ള കാര്യം അവൻ അദ്ദേഹമായിരുന്നു. അവനെ ശാസിക്കുമായിരുന്നു. എന്നാലും അവൻ അറിയുന്നില്ല. പിന്നെ ഒച്ചയോട് വിളിച്ചു പറയുക ദാവീദ് കുമാരനെ എന്നോട് കരുണ ഒന്നുകൂടെ ഒച്ചത്തെ വിളിക്കുക. കാരണം യേശു കേൾക്കുമോ എന്നുള്ള കാര്യം സംശയത്താൽ ചോദിക്കുന്നത്. എന്നാൽ അവിടെ കാണുന്ന സമയത്ത് എന്തോ അടുത്തത് എന്തുവാ? പ്ലീഗല്ലേ ഉടനെ അടുത്തത് എന്തുവാ? 48 വാക്യം വെച്ച് 48 വാക്യം. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടു. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം ഇവിടെ കാണുമ്പോൾ മാത്രമുള്ള പെർസിസ്റ്റന്റ് സ്റ്റേറ്റ്. അതായത് അവൻ എന്തുവാ ഒന്നുകൂടെ ഉറച്ച് അവന് ഒന്നുകൂടെ അത് സ്ഥിരമായി ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് വിളിക്കുക. കാരണം ഈ ഡിസ്റ്റർബ് ചെയ്താൽ കുഴപ്പമില്ല. ഒന്നുകൂടെ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഫെയ്ത്തിൽ അവൻ വിളിക്കുന്ന കർത്താവേ വിളിക്കുമോ? അത് വിളിച്ച സമയത്ത് ദൈവം എന്താ ചെയ്തു? മൈൻഡ് ചെയ്യാതെ പോവുകയായിരുന്നു. അതാണ് ദൈവം പോയാൽ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ദൈവത്തിന്റെ ഒച്ച കേൾക്കുന്നിട്ട് അവിടെ എന്ത് ചെയ്തു? ദൈവം അവിടെ നിന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം അങ്ങനെ പോകുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം അങ്ങനെ നമ്മളെ കാണാതെ മൈൻഡ് ചെയ്യാതെ പോകുന്ന ദൈവമല്ല. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ദൈവം എപ്പോഴും കൂടെ നമ്മളെങ്ങനെ കണ്ടിട്ട് നിന്നോടെ നാളെ അങ്ങനെ പറയുന്ന ദൈവമല്ല. അങ്ങനെ ആൾക്കാരുടെ കൂട്ടമുള്ള പോകുന്ന സമയത്ത് അവിടെ നിന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും എന്തുവാ യേശു പോകുന്നില്ലല്ലോ, നിൽക്കുവാണല്ലോ. അപ്പൊ എന്ത് പറഞ്ഞു? അവനെ വിളിക്കാൻ പറഞ്ഞപ്പോ ഏത് ജനക്കൂട്ടം ഒച്ചവെക്കണ്ടെന്ന് പറഞ്ഞോ അതേ ജനത്തിന് എന്ത് ചെയ്തു? നീ വിളിക്കുന്നതാന്ന് പറഞ്ഞ അവൻ എന്താ ചെയ്തു? അവനെ പറഞ്ഞ് ഏൽപ്പിക്കുക. ഏത് മനുഷ്യൻ ഒച്ചവെക്കണ്ടെന്ന് പറഞ്ഞോ അതേ മനുഷ്യരാ പോയി പറഞ്ഞത് നീ എഴുന്നേക്ക, നീ സന്തോഷത്തോടെ നീ നിൽക്ക. ചിടൻ കോൽ തമ്മിൽ കാണാൻ സാധിക്കും. ചിടൻ പറഞ്ഞാൽ നീ നിൽക്ക. ചിടൻ കോൽ യേശു ഉന്നെ അழைக்கிறான்னு പറഞ്ഞ് എഴുന്നേറ്റോടെ അവൻ പോവുകയാണ്. കേരളവരെ ഇവിടെ കാണുന്നത് ഇവിടെ ഒരു പെർസിസ്റ്റന്റ് ഫെയ്ത്തിൽ കാണാൻ സാധിക്കും. ആറാമത്തെ കാര്യം കാണാൻ സാധിക്കും പാഷൻ. ദൈവം നമ്മുടെ ദൈവം കരുണ കാണിക്കുന്ന ദൈവം, പാഷനുള്ള ദൈവം. അതാണ് കാണാൻ 49 വായിക്കാം. 49 വായിച്ച് അപ്പോൾ യേശു നിന്ന് അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. ധൈര്യപ്പെടുക വിളിക്കുന്നു പറഞ്ഞ് വിളിക്കുവാനായിട്ട് അവൻ പോവുക. കാരണം ദൈവം നമ്മൾ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മളോട് കാര്യം ഓർക്കാൻ സാധിക്കും. 50 വാക്യം വായിച്ചേ.
അവൻ തന്റെ പുതപ്പ് വിട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് അവൻ പുതപ്പിട്ട് ചാടി എഴുന്നേൽക്കുക. പുതപ്പുണ്ടായിരുന്നു, പുതപ്പിട്ട പുറത്ത് കിടക്കുന്നത്, പുറത്തിട്ട് അവിടെ ഇരിക്കുക. നടന്നു പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്ന് പുതപ്പോടിരിക്കുന്ന സമയത്ത് അവന്തല്ല വായിച്ച അവൻ തന്റെ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. ആ പുതപ്പ് അവന് സഹജമായി പോകുമ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ഇടയ്ക്ക് വേണ്ടി പുതപ്പൊന്നും വേണ്ട, യേശു വിളിക്കുന്നു പറഞ്ഞപ്പോൾ ആ പുതപ്പ് എല്ലാം കളഞ്ഞിട്ടാ പോയത്. പുതപ്പോട് പോയില്ല. ഞാനാണെങ്കിൽ ആ പുതപ്പിരിക്കുകയാണെങ്കിൽ നാളെ വേണമല്ലോ, ഇപ്പം ഞാൻ പുതപ്പ് പഠിച്ചിട്ടാ പോവും എന്നാ അവൻ പോയില്ല. പുതപ്പും വേണ്ട പറഞ്ഞ് അവൻ ചാടി തുള്ളി കുതിച്ചാ പോകുന്നത്. പ്രിയമുള്ളവരെ, അവന്റെ ഈഗർനെസ് വിളിക്കുക, അവന്റെ ആഗ്രഹം. അങ്ങനെ ചാടി പോയ സമയത്ത് ദൈവം അവനെ കണ്ടപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞു? അടുത്ത വായിച്ച് യേശു അവനോട്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചത്. റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. അവൻ പറയാ, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അവൻ പറഞ്ഞില്ല, കർത്താവ് ഞാൻ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുക, ഞാൻ ഇവിടെ വന്ന് പിസ്റ്റ എടുത്തുകൊണ്ടിരിക്കുക, എനിക്ക് പിസ്റ്റ എടുക്കാൻ വേണ്ടി നിവൃത്തിയില്ല, അതുകൊണ്ട് എനിക്ക് കുറെ പൈസ വേണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സൗകര്യം വേണം, എനിക്ക് നല്ല വീട് വേണം, അല്ലെങ്കിൽ നല്ല ഒരു കാര്യം വേണം, ഞാൻ എങ്ങനെയും എന്റെ ഫാമിലി വളർത്താൻ വേണ്ടി എന്തെങ്കിലും അത് വേണം ഇത് വേണം എന്ന് അവൻ പറഞ്ഞില്ല. നാളെ കഴിക്കാൻ നിവൃത്തിയില്ല, എന്തെങ്കിലും കർത്താവേ ഞാൻ ചോദിച്ചത്. അവൻ ചോദിച്ചത്, കർത്താവേ എനിക്ക് കാണണം, ഞാൻ കണ്ടിട്ട് മക്കളാവേ നമ്മൾ ഇതിലിപ്പോ പാടിയ രാവിലെ ഞാൻ പ്രത്യേകിച്ച് പറയാൻ ഓർപ്പിക്കാം. ഇന്ന് രാവിലെ പാടിയ 2 പാട്ടുണ്ടല്ലോ. 2 പാട്ട് എന്ത് പാടത്തല്ലേ? ഞാൻ രാവിലെ ഇംഗ്ലീഷിൽ പാടിയല്ലോ. ഫസ്റ്റ് സോങ് പാടിയത് ടു ഗോഡ് ബി ദ ഗ്ലോറി, സെക്കൻഡ് വൺ ഈസ് പ്രൈസ് ഹിം പ്രൈസ്. ആ 2 പാട്ട് എഴുതിയത് ആരാധിക്കാൻ ഗൂഗിൾ നോക്കാം. ആ 2 പാട്ട് എഴുതിയത് ഡാനി ജെ കോസ്ലി എന്ന വ്യക്തിയാ. ആ വ്യക്തിക്ക് കണ്ണിന്റെ കാഴ്ചയില്ല. ആ കാഴ്ചയില്ലാത്ത ആ വ്യക്തി എഴുതിയ പാട്ടാണ് നമ്മൾ രാവിലെ പാടിയത്. പ്രത്യേകിച്ച് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് എടുത്തത്. കാരണം അതേ എഴുതിയ പാട്ട് ഞങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ സമയത്ത് ഏകദേശം 2000-ലധികം പാട്ട് എഴുതിയിട്ടുണ്ട്. 2004 ഇത്ര പാട്ട് എഴുതിയിട്ടുണ്ട്. ഇത് അപ്പം എഴുതിയ പാട്ട് 300 കാണാം. 4 പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ അടുത്ത പാട്ട് ഞാൻ ഹോസ്പിറ്റലിലുള്ള സമയത്ത് ഒരു പാട്ട് എഴുതി ഞാൻ NDBC വെച്ച് പാടിയായിരുന്നു. ബലഹീനന്റെ താങ്ങും ദൈവം എന്ന പാട്ട്. അത് മാത്രമല്ല, ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ ഈ ജനുവരി മാസം 10-ാം തീയതി സ്തോത്ര ശിശു സമയത്ത് ഞാൻ ഒരു പാട്ട് എഴുതി. ആ പാട്ട് എഴുതി പാട്ട് ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, അവൻ ഇനിയും എന്നെ നടത്തും. ആ പാട്ട് ഞാൻ എഴുതിയത്. അത് പാടാൻ ഞാൻ ഇപ്പം പാടുന്നില്ല, അടുത്ത വർഷം ഞാൻ ദൈവം പാടാം. അങ്ങനെ പാടുന്ന സമയത്ത് ആ പാട്ട് പാടി, ആ എഴുതിയ പാട്ട് ഒത്തിരി പാട്ട് എഴുതി. ഈ ഫാനി ജെ കോസ്ലി ആ സഹോദരി കണ്ണു കാണത്തില്ല. അതേ എഴുതിയ പാട്ട് എത്ര പറയും 1.5 മാസം സമയത്ത് ജനിക്കുമ്പോൾ കണ്ണ് ഉണ്ടായിരുന്നു. ജനിക്കുമ്പോഴേയുള്ള അങ്ങനല്ല, ജനിക്കുമ്പോൾ നല്ല കണ്ണുണ്ടായിരുന്നു. 1.5 മാസമുള്ള സമയത്ത് ഒരു ഇൻഫെക്ഷൻ വന്നവരുടെ അറിയാത്ത ഒരു ഡോക്ടർ എന്ത് ചെയ്തു? ഈ ഒളിവാക്കി വെച്ചിട്ട് നെഞ്ചൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ട്രീറ്റ്മെന്റ് കൊടുത്തപ്പോഴത്തേക്ക് ശരീരമെല്ലാം ഇതായി ഒന്ന് കാഴ്ചയിൽ പോയി. അന്നൊക്കെ ഡോക്ടർ പിന്നെ വലിയ പടത്തുള്ള ഡോക്ടർ വേണ്ട. എൻ്റെ ഇളയ ബ്രദർ ജോസ് ഉണ്ടല്ലോ, ജോസ് മരിച്ചുപോയി. ആ ജോസ് ജനിച്ചത് ഹോസ്പിറ്റലല്ല. ജോസ് ജനിച്ചത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിന്റെ താഴത്തെ ഒരു മുറിയിലാണ്. ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ എനിക്ക് 6 വയസ്സാണ്. 6 വയസ്സ് സമയത്ത് ജോസ് ജനിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുക. അപ്പൊ ആൾക്കാർ കേട്ടുന്നില്ല. അപ്പം ആ ഡോക്ടറല്ല വന്നത്, അവിടെ വന്നത് ഒരു സ്ത്രീയാ. ഒരു സ്ത്രീക്ക് അവർക്ക് ഒന്നും ഡോക്ടർ പഠിച്ചതല്ല. ഒരു ഇതൊക്കെ നോക്കുന്ന ഒരു സ്ത്രീ വന്ന ആ പ്രസവം നോക്കിയത്. അങ്ങനെ വലിയ ഡോക്ടറില്ലാത്ത ആൾക്കാരാണ് ഈ കണ്ണുകാത്ത ഈ ഫാനി ജെ കോസ്ലി നോക്കി അങ്ങനെ കണ്ണുപോയി. അങ്ങനെ എഴുതിയ പാട്ടാണ് രാവിലെ പാടി. ഞാൻ പറയാവുന്നത്, അങ്ങനെ കണ്ണു കാണാത്ത ആൾക്കാരുടെ മുഖാന്തരം ദൈവനാമം മോത്തപ്പെടുന്ന കാര്യം സാധിച്ചു. അങ്ങനെ ഉള്ള സമയത്ത് എന്താ ചെയ്തു? അങ്ങനെ പല ഇട്ടിട്ട് ലാസ്റ്റ് നമുക്ക് 52-ാം വാക്യം വായിക്കാം. യേശു അവനോട് പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. അങ്ങനെ ദൈവം വന്ന സ്ഥിതിക്ക് വന്ന ഉടനെ ഒന്നും ചെറുപ്പം പറഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് കാണണം. ഓക്കെ, നീ പോ. ഇത്രയുള്ള കണ്ണിന് കൈവയ്ക്കുകയോ എല്ലാവരും മക്കളെ കൈപ്പിക്കേ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എല്ലാവരെയും ഒന്ന് പറഞ്ഞു. അവിടെ വലിയൊരു വിവാഹം നടത്തിയില്ല. അദ്ദേഹം ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തെ ചെയ്തു. അവനെ വിളിച്ചു, എന്ത് ചെയ്യണം? കണ്ണ് കാണണം. ശരി, പോ. അത്രയുള്ള പോയത് കണ്ണോട്
പഴയ സ്ഥലത്ത് പോയി ഇരുന്നോ, കണ്ണ് കണ്ടിട്ട് ഞാൻ നല്ലപോലെ പിച്ചെ എടുക്കാൻ പറഞ്ഞാൽ കടന്നിട്ട് പിന്നെ നല്ല ഡ്രസ് ഇട്ടിട്ട് പിന്നെ പിച്ചെടുക്കാൻ പോയായിരുന്നു. പോയില്ല. എന്നിട്ട് ചെയ്തു, കർത്താവേ നീ എനിക്ക് സൗഖ്യം കൊടുത്തു എന്നുള്ള കാര്യം ഓർത്ത് അവൻ കർത്താവിന്റെ കൂടെ തന്നെ പോവുക. കാരണം നീയല്ലേ എനിക്ക് കണ്ണ് കാഴ്ച കൊടുത്തത്, നീയല്ലേ എനിക്ക് എന്റെ കണ്ണിന് വെളിച്ചം കിട്ടിയത് എന്നുള്ള കാര്യം ഓർത്തുണ്ട് ഞാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ കണ്ട കാര്യം ലാസ്റ്റ് 7ാമത്തെ കാര്യം എന്ന് ചോദിച്ചാൽ 7ാമത്തെ കാര്യം പാരഡൈം. പാരഡൈം പറഞ്ഞ PRADIGM. പാരഡൈം പറഞ്ഞ എന്താ അറിയാമോ? ദിസ് ഈസ് എക്സാം. ഇത് ഒരു മാതൃക. എന്തോ മാതൃക ഇതിനകത്ത് എന്തോ പഠിച്ചു. അതിനുള്ള കാരണം ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിൽ അന്ധമായിട്ട് നമ്മുടെ ഇരുട്ടിന്റെ അനുഭവത്തിൽ നമ്മൾ പോകുന്ന അനേകരുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം 23:4 വായിക്കാം. സങ്കീർത്തനം 23:4 അവിടെ എന്താ വായിക്കുന്നത്? മരണനില താഴ്വരയിൽ കൂടെ നടന്നാലോ ഇത് തന്നെ നമ്മുടെ കാണാൻ സാധിക്കും. പല വാർത്തകൾ പോയാലും ഞാൻ ഭയപ്പെടുകയില്ല. അന്ധകാരത്തിൽ കൂടെ ഞാൻ കടന്നു പോയാലും എൻ്റെ ജീവിതത്തിൽ അനേക പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യത്തിൽ വന്നാലും ദുഃഖമായി സംഭവം ഏർപ്പെട്ടാലും ഞാൻ ഭയപ്പെടുകയില്ല എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ മുമ്പോട്ട് പോകാം. നമുക്ക് അത് ഓർത്ത് നമ്മൾ കണ്ട ആ 7 കാര്യം നമുക്ക് മനസ്സിൽ ചിന്തിക്കാതെ മാത്രമല്ല നമ്മൾ കണ്ടത്. അത് പേഴ്സണലായിട്ട് പറയുമ്പോൾ പേഴ്സണൽ പ്ലേസ് നമ്മുടെ സാഹചര്യം എങ്ങനെയാണെന്നാലും ശരി, പേഴ്സൺ നമ്മൾ നമ്മൾ സഭയിൽ ഇരിക്കുന്നോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയോ അല്ലെങ്കിൽ മൂക്കനോ അല്ലെങ്കിൽ ഒരു ഗാൻഡൽസോ എങ്ങനെയായിരിക്കും, ഏത് പേഴ്സൺ ആയാലും നമ്മുടെ ജീവിതത്തിൽ പെർസെപ്ഷൻ ആവശ്യമാണ്. അത് മാത്രമല്ല നമുക്ക് പെർസിസ്റ്റന്റ് ഫെയ്ത്ത് ആവശ്യമാണ്. നമുക്ക് ഇനി ഉറച്ച വിശ്വാസം ആവശ്യമാണ്. അത് മാത്രമല്ല നമുക്ക് നമ്മളെല്ലാം കാണിക്കുമ്പോൾ നമ്മോട് കൂടെ പാഷൻ കാണിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉള്ള കാര്യം നമുക്ക് ഓർത്തുണ്ട്. നമുക്ക് ക്രിസ്ത്യൻ ജീവിതത്തിൽ മുമ്പോട്ട് പോകാം. നമുക്കെല്ലാം ലാസ്റ്റ് നമുക്ക് ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുക. ആ പാട്ട് നമുക്ക് പാഠ്യപുസ്തകത്തിലെ അതാരും ഒത്തിരി പേര് അച്ഛൻ പാട്ടാണ്, ഒത്തിരി പേര് പാടാത്ത ഒരു പാട്ട്. അത് നമുക്ക് പാടാൻ കേൾക്കാം. 628 പാട്ട്. ആ 628 പാട്ട് നമുക്ക് കേൾക്കാം. അവിടെ കാണുന്നത്, ഇരുൾ വഴിയിൽ കൃപ തരുവാൻ വരും യേശു നമുക്കറിയിൽ ഇതുപോൽ നല്ലൊരു ആളുമില്ല. ഹല്ലേലൂയ എന്ന് പാടും. ഹല്ലേലൂയ എന്ന് ഓർത്തിരുവേ. അത് 3 സ്ഥലത്താണ് പാടാനിരിക്കുക. അത് 3ാമത്തെ സ്ഥലത്താണ് കാണുന്നത്. കുരുടർ കാണും, ചെകിടർ കേൾക്കും, മുടന്തർ ചാടും, ഊമർ പാടും. ദൈവം നല്ലവൻ എന്നും നല്ലവൻ. അവൻ മതിയെ അതാ പറയുക.
നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് അതിൻ്റെ അനുഭവം ഏർപ്പെട്ടാലും നമ്മൾ പേടിക്കില്ല. യേശു നമ്മോട് കൂടെ ഉണ്ട്. നമ്മൾ അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൾ നിന്ന് നമുക്ക് വേറെ ചെയ്യുമെന്ന് കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. അവിടെ നമ്മൾ ഓർത്തുകൊള്ളുവാനായിട്ട്